നമസ്കാരം. എല്ലാ പ്രിയർക്കും വെള്ളി നക്ഷത്രങ്ങളുടെ ഒരു പുത്തൻ പതിപ്പിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. മനസ്സ് പറയുന്ന വഴികളിലൂടെ സഞ്ചരിക്കുന്നവർ, പോകുന്നിടങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ സ്വന്തം പേര് പതിപ്പിക്കുന്നവർ, അത്തരം സ്ത്രീകളെ നമ്മൾ ശക്തി എന്ന് വിളിക്കുന്നു. സ്ത്രീ ശക്തിയുടെ മറുപേരായി പറയുന്ന ചില പേരുകളിൽ ഒന്ന് സജിത മഠത്തിൽ. നടി, നാടകപ്രവർത്തക, സാമൂഹ്യ പ്രവർത്തക, അധ്യാപിക, എഴുത്തുകാരി, ഇങ്ങനെ വേറിട്ട വഴികളിൽ പരന്നു കിടക്കുന്നു സജിത മഠത്തിൽ എന്ന ബഹുമുഖ പ്രതിഭ. ഇന്ന് വെള്ളി നക്ഷത്രങ്ങളുടെ ഈ നേരത്തിൽ സജിതേച്ചി ഷോയിലേക്ക് സ്വാഗതം. സജിതേച്ചിയെക്കുറിച്ച് നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം നമുക്ക് പറഞ്ഞു തുടങ്ങാൻ പറ്റുക കാളി നാടകത്തെക്കുറിച്ചാണെന്ന് തോന്നുന്നു. കാരണം ഈ ഒരു അടുത്ത കാലത്തായിട്ട് ചേച്ചിയുടെ ആ ഒരു ഡിഫറെൻ്റ് അറ്റംപ്റ്റിനെ കുറിച്ചാണ് എല്ലാവരും കൂടുതൽ സംസാരിച്ചതും എല്ലാം. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. കളി നാടകം കുറേ കാലത്തിന് ശേഷമാണ് ഞാനൊരു നാടകം ചെയ്യുന്നത്, അങ്ങനെ ഒരു ഫുൾ ലെങ്ത് ഒരു വലിയൊരു പ്രൊഡക്ഷൻ്റെ ഭാഗമാവുന്നത്. കാരണം ഞാൻ കുറേ കാലമായിട്ട് കേരളത്തിലുണ്ടായിരുന്നില്ല, പുറത്തായിരുന്നു. പിന്നെ അവിടെ ഇത്തരം ഒരു നാടകം എന്ന് പറയുന്നത്, നാടകം എഴുത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിന് ഒരു സംഘം വേണം. അതേപോലെ അതിന് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു നാടകം എഴുതാനൊക്കെ തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന പരിസരവും ഒക്കെ വേണം. അപ്പം ഇപ്പം അതിനുള്ളൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ എഴുതപ്പെട്ടുള്ളൊരു നാടകമാണ് കളി നാടകം. കളി നാടകം എഴുതുന്നത് കേരളത്തിൻ്റെ ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിന്നാണ്. ആ നാടകം പെട്ടെന്ന് എഴുതാനുണ്ടായ റീസൺ എന്ന് പറയുന്നത്, കാളി എല്ലാ കാലത്തും പിന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥാപാത്രമാണ്, പുരാണ കഥാപാത്രമാണ്. ചെറിയ കുട്ടിയാകുമ്പം ഞാൻ കോഴിക്കോടാണ് എൻ്റെ വീട്. അപ്പോൾ കോഴിക്കോട് ഞങ്ങളുടെ കാവിൽ തെയ്യം ഞങ്ങളവിടെ തെറ എന്നാണ് പറയുന്നത്, തെറ കളിപ്പിക്കും. അപ്പം കാളി കഥാപാത്രങ്ങൾ അതിൽ നിറയുണ്ട്. അല്ലെങ്കിൽ വലിയ എന്താ പറയുക, അമാനുഷികമായിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങളാണല്ലോ തറകളിൽ കൂടുതലായിട്ടുള്ള. അപ്പോൾ ഇട്ടുകുറുമ്പി എന്നൊക്കെ പറഞ്ഞൊരു തറയുണ്ട്. അതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് പിന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലൊരു തെറ കെട്ടണം എന്ന് ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇന്നും സ്ത്രീകൾക്ക് അന്യമായിട്ടുള്ള സ്ഥലമാണല്ലോ. പിന്നെ അപ്പം ഈ കാളി നാടകം എഴുതുന്നതിൻ്റെ റീസൺ ആ ഒരു ഓർമ്മകളാണ്. ആ ഒരു ഓർമ്മകളിൽ നിന്നാണ് കളി നാടകം എന്നുള്ളത്. അതൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ളൊരു നാടകമാണ് ബേസിക്കലി. പക്ഷെ അതിൽ കേരളത്തിൻ്റെ ഒരു റിച്വൽ ട്രഡീഷൻ വളരെ സ്ട്രോങ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് ആ രാഷ്ട്രീയം പറയാൻ വേണ്ടിയിട്ട് ഒരു റിച്വൽ ട്രഡീഷനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിലൂടെയാണ് ഇന്നത്തെ ഒരു സാമൂഹിക അവസ്ഥകളെയും അസ്വസ്ഥതകളെയും ഒക്കെ അത് അഡ്രസ് ചെയ്യുന്നുണ്ട്. രശ്മി അതിൽ ഒരു പ്രധാന കഥാപാത്രം ചെയ്തില്ല, കൂളി എന്ന് പറഞ്ഞുള്ള കഥാപാത്രം. ആ കഥാപാത്രങ്ങളിലും അല്ലെങ്കിൽ ആ നാടകത്തിന്റെ ഒരു രൂപം ഇതിലേക്കൊക്കെ നേരത്തെ ഒരു പക്ഷേ ചേച്ചിയുടെ മനസ്സിൽ കിടന്നിരുന്നോ ഇങ്ങനൊരു ഇത് ചെയ്യണം, കാളീനെ ബേസ് ചെയ്തൊരു നാടകം ചെയ്യണം എന്ന്? കളി എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കഥാപാത്രമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിന് ഇൻട്രസ്റ്റിംഗ് ആവാൻ കാരണം വെച്ചാൽ കാളിയെക്കുറിച്ചുള്ള എല്ലാ സങ്കല്പങ്ങളും ശിവൻ്റെ തൃക്കണ്ണിൽ നിന്ന് ദാരികനെ കൊല്ലാൻ വേണ്ടി ജനിപ്പിച്ചവളാണ്. അപ്പം അതിനുശേഷം കാളിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് പിന്നെ ഈ നമ്മളുടെ അനുഷ്ഠാനകല, കേരളത്തിലുള്ള പ്രധാനപ്പെട്ട അനുഷ്ഠാനകലകളായിട്ടുള്ള മുടിയേറ്റാണെങ്കിലും കാളിയൂട്ടാണെങ്കിലും ഇതിലെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെടാൻ എനിക്ക് അവസരം കിട്ടിയിരുന്നു. കാരണം ഞാൻ സംഗീത അക്കാദമീൻ്റെ ഫോക്ക് ആൻഡ് ട്രൈബലിൻ്റെ ചുമതലയുള്ള ഡെപ്യൂട്ടി സെക്രട്ടറി ആയിരുന്നു ഡൽഹിയിൽ. അപ്പം ആ സമയത്ത് ഈ കലാരൂപങ്ങളെയൊക്കെ വിളിക്കാനും അല്ലെങ്കിൽ അവരുടെ അടുത്ത് പോകാനും അവരോട് സംസാരിക്കാനും അറിയാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അത് ഇന്ത്യയിൽ പലയിടത്തായിട്ട് ഇതുപോലെ കാളി സങ്കല്പത്തിനെ ബേസ് ചെയ്തിട്ടുള്ള കലാരൂപങ്ങൾ ഉണ്ട് താനും. പക്ഷെ കേരളത്തിലാണ് ഏറ്റവും ഇതിന് സ്പെഷ്യലായിട്ട്, അതായത് കാളി ദാരിക വധം എന്നുള്ള കഥയുള്ളത് കേരളത്തിൽ മാത്രമാണ്. കാളി സങ്കല്പം ഇന്ത്യ മുഴുവനുണ്ട്. പക്ഷെ ഈ പർട്ടിക്കുലർ സങ്കല്പം, ഈ കഥാപാത്രങ്ങൾ, ദാരികൻ എന്ന് പറഞ്ഞ കഥാപാത്രം പറയുന്നത് ഇതിൽ മാത്രമാണ്. ഇവൻ ദേവി മഹാത്മ്യത്തിലാണ് കാളിനെ കുറിച്ചിട്ടുള്ള റെഫറൻസുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. പക്ഷെ ദാരികൻ എന്നുള്ള റെഫറൻസ് നമുക്ക് എവിടെയും കാണാൻ പറ്റില്ല. കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. അപ്പം ദാരികൻ എന്ന് പറഞ്ഞുള്ള ഒരു അസുരനെ അല്ലെങ്കിൽ ഒരു അസുര രാജാവിനെ അദ്ദേഹത്തിൻ്റെ തിന്മകൾക്കെതിരെ കാളി അദ്ദേഹത്തെ കൊന്ന് നന്മ ജയിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ സങ്കല്പം എന്ന് പറയുന്നത്. അതിനുവേണ്ടി കാളി വളരെ എംപവേർഡ് ആയിട്ടുള്ള കാളിയെ ഉണ്ടാക്കുന്നു, ശിവനുണ്ടാക്കുന്നു, കാളി വരുന്നു, കൊല്ലുന്നു. അത് കഴിഞ്ഞിട്ട് കാളിക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് പിന്നീടുള്ള അനുഷ്ഠാനങ്ങളെല്ലാം തന്നെ യഥാർത്ഥത്തിൽ. അപ്പം അതെങ്ങനെയാണെന്ന് വെച്ചാൽ കാളിയെ അടക്കാൻ, കാളി വളരെ എംപവേർഡ് ആയിട്ടുള്ള ഒരു കാളി ദാരികനെ കൊന്നു കഴിയുമ്പം പിന്നെ കാളിയെ എന്ത് ചെയ്യുമെന്ന് ഉള്ളൊരു പ്രശ്നമാണ്. അപ്പം എന്താ ചെയ്യുന്നത് വെച്ചാൽ അനുഷ്ഠാനങ്ങൾ, ഈ പിന്നീടുള്ള റിച്വലുകൾ മുഴുവൻ ഈ കാളിയുടെ
ഈ ഒരു കലിയെ അടക്കുക എന്നുള്ളതാണ്. അപ്പം അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഇപ്പം നമുക്ക് ഇന്ത്യയിൽ മുഴുവൻ പഞ്ചായത്ത് തലത്തിലൊക്കെ ധാരാളം സ്ത്രീകളെ ഇലക്ഷന് നിർത്തുന്നുണ്ട്, 35% എന്നൊക്കെ നമ്മൾ പറയും. ഈ സ്ത്രീകൾക്കൊക്കെ പിന്നീട് എന്താ സംഭവിക്കുകയെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. കാരണം നമ്മൾ അവരെ പിന്നെ വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുന്ന സ്ത്രീകളായിരിക്കും. ഈ പിന്നെ സംവരണം ഉള്ളത് കൊണ്ട് മാത്രം ഇവരെ നമ്മൾ പിടിച്ച് ഇലക്ഷന് നിർത്തും. പക്ഷേ അവരെ തുടക്കത്തിൽ റബ്ബർ സ്റ്റാമ്പ് പോലെയൊക്കെ ആയിരിക്കാം ഉപയോഗിക്കുന്നുണ്ടാവും. പക്ഷെ അവരതിലൂടെ എംപവേർഡ് ആവും, അവരതിൽ നിന്ന് വ്യത്യസ്തരാവും, ഡിഫറെൻ്റ് ആവും, അവർക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള താല്പര്യമുണ്ടാവും, അവർ പൊതുരംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഈ ഒരു സംവരണ കാലം കഴിഞ്ഞ് വേറെ ആ പിന്നെ പഞ്ചായത്ത് ചിലപ്പോൾ അടുത്ത പ്രാവശ്യം സംവരണം ഇല്ലാതെയാവും. അപ്പോൾ ഇവർക്ക് പൊതുരംഗത്ത് പിന്നെ പ്രവർത്തിക്കാനുള്ള സ്പേസ് ഉണ്ടാവില്ല. ഇവർ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോകും. വീട്ടിലിരിക്കുക എന്നുള്ളത് പിന്നെ ഓപ്ഷനുള്ളൂ. വളരെ കുറച്ച് പേരെ അത് കണ്ടിന്യൂ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അവസരങ്ങൾ ലഭിക്കുന്ന കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ. ഇതെനിക്ക് ഈ ഒരു 2 കാര്യം എനിക്ക് എപ്പോഴും വളരെ ഇൻട്രസ്റ്റ് ചെയ്യും. അപ്പം കാളിയെ അടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കളമെഴുത്തുപാട്ട് ചെയ്യുന്നത്. അതായത് കാളി രൂപത്തിന് കാളിയെ തന്നെ കണ്ട് തൻ്റെ ഭീകരമായിട്ടുള്ള രൂപം കണ്ട് സ്വയം അടങ്ങുന്നു എന്നുള്ളതാണ് സങ്കല്പം ഈ ഇതെന്ന് പറയുന്നത്. അതേപോലെ പടയണി എന്ന് പറയുന്നത് കാളിയെ അടക്കാൻ വേണ്ടിയിട്ടുള്ള, പടയണിയിലെ ഈ ഇതൊക്കെ പാള കൊണ്ട് വെച്ച് കെട്ടിയിട്ടുള്ള രൂപങ്ങൾ വരുന്നത് കാളിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലൂടെ കാളിയെ അടക്കുക എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള കുറേ കഥകളുണ്ട്. കേരളത്തിലെ എല്ലാ അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം രസകരമായ കുറേ കഥകളുണ്ട്. കാളിയെ അടക്കുക എന്നുള്ളത്. അപ്പം കാളിയുടെ കലി അടക്കേണ്ടത് ഇത് കഴിഞ്ഞു, ഓക്കെ, ഇനി കാളിയുടെ കലി അടക്കണം എന്നുള്ളതാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ദാരികന്മാർ ഇനിയുമുണ്ട്. ദാരികൻ്റെ രക്തത്തിൽ നിന്ന് ആയിരക്കണക്കിന് ദാരികന്മാർ ഉയർന്നു വരും എന്നതാണ് കൺസെപ്റ്റ് എങ്കിൽ ഇനിയും ദാരികന്മാരുണ്ട്. അപ്പം കാളിക്ക് ഇനി കലിയടക്കാൻ പറ്റില്ല, ഇനിയും ഉണ്ടല്ലോ. അതെ, ഉണ്ട്. പിന്നെ അങ്ങനെയുള്ള അതാണ് എൻ്റെ ഒരു, അത് വെച്ചിട്ടാണ് ഞാൻ എഴുതി തുടങ്ങിയത്. ഓക്കെ. ഇപ്പം എന്തായാലും ചേച്ചിയുടെ ഒരു കുടുംബ പശ്ചാത്തലം എന്നൊക്കെ പറയുമ്പോൾ അന്നത്തെ ഒരു കാലം കോഴിക്കോട്, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ അനുഷ്ഠാനങ്ങളും എല്ലാം ഉള്ള ഒരു കുടുംബം. അവിടെ നിന്ന് ചേച്ചി എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ എന്ത് സ്വാധീനമായിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം ഒരു മോട്ടിവേഷൻ? ചേച്ചി തുടങ്ങുന്നത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ കലാജാഥകളിൽ കൂടെയൊക്കെയാണ് ഒരു സാമൂഹ്യ ജീവിതം ശരിക്കും, അല്ലെ, ഒരു ഓപ്പൺ എക്സ്പോഷർ എന്ന് പറയാം. ആ ഒരു വഴിയിലേക്കൊക്കെ ഒരു മാറി ചിന്തിക്കൽ അതെങ്ങനെയാണ് സാധ്യമായത് ചേച്ചിക്ക്? ഞാൻ പിന്നെ ഡാൻസൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് ഡാൻസർ ആവുക എന്നുള്ള, കലാമണ്ഡലത്തിലൊക്കെ ചേർന്ന് പഠിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ. കലാമണ്ഡലം ചന്ദ്ര ടീച്ചറായിരുന്നു ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ടീച്ചറെ പോലെയൊക്കെ ആവുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു വലിയ ആഗ്രഹം എന്ന് പറയുന്നത്. പക്ഷേ എന്തുണ്ടായി വെച്ചാൽ കുറച്ച് കഴിഞ്ഞപ്പം നമ്മൾ ആ പ്രായം അങ്ങനെയാണല്ലോ, നമുക്ക് പുതിയ പുതിയ ഫാസിനേഷൻസ് വരുമല്ലോ. പിന്നെ ആക്ടിവിസത്തിൽ ഭയങ്കര ഫാസിനേഷൻ വന്ന അതിന് കാരണം അമ്മ ആക്ടിവിസ്റ്റ് ആയിരുന്നു. അമ്മ പരിഷത്തിലൊക്കെ വളരെ ആക്റ്റീവാണ്. അതേപോലെ KSTA പോലെയുള്ള സംഘടനകളൊക്കെ വളരെ ആക്റ്റീവായിരുന്ന ഒരാളാണ്. അപ്പം അമ്മ ആക്റ്റീവായിരുന്നത് കൊണ്ട് അമ്മ പോകുമ്പോൾ ഞാനും കൂടെ പോയി, അങ്ങനെയൊക്കെയാണ് ഞാനിതിലേക്ക് പരിചയപ്പെടുന്നത്. അപ്പം എനിക്ക് തോന്നി ഇത് ചെയ്യണം. പിന്നെ പരിഷത്തിൻ്റെ പ്രവർത്തനത്തിൽ സജീവമാണ്. ആ സമയത്താണ് പരിഷത്തിൽ കൂടുതലായിട്ടും കലാജാഥകൾ ഉണ്ടായിരുന്നത്. 80s എന്ന് പറഞ്ഞാൽ പരിഷത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആക്റ്റീവായിരുന്നൊരു കാലമാണ്. അപ്പം ഞാൻ എന്താ വെച്ചാൽ എനിക്ക് ഞാൻ ഡാൻസ് പഠിച്ചതാണ്, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ ഇത്തരം കലാജാഥ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ശരി, അത്തരം കാര്യങ്ങൾ ചെയ്യാം, ഇനി ഡാൻസ് ചെയ്യണ്ട. ഡാൻസ് ഒരു പിന്തിരപ്പൻ സാധനമാണ്, അതിലൂടെ ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഡാൻസിലൂടെ പറ്റില്ല. പക്ഷെ അതൊക്കെ ഭയങ്കര തെറ്റായ ധാരണയാണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഞാൻ അന്ന് ഓപ്റ്റ് ചെയ്തത് കലാജാഥകൾ പോലെയുള്ള ഒരു ഫീൽഡിലേക്ക് ഇറങ്ങണം എന്നുള്ളതായിരുന്നു. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത് ഇതല്ല ചെയ്യേണ്ടത്, ഇത് കുറച്ചും കൂടി ഡീപ്പറായിട്ടുള്ള ലെവലിൽ നാടകം പഠിക്കണം എന്നൊക്കെ തോന്നി. അങ്ങനെയാണ് കൽക്കട്ടയിൽ നാടകം പഠിക്കാൻ പോണത്. ആ ഒരു കാലം, അതിനുശേഷമുള്ളൊരു സജിതേച്ചി രൂപപ്പെടുത്തിയതിലൊക്കെ എത്രത്തോളം അത് സ്വാധീനിച്ചു? എനിക്ക് തോന്നുന്നു അതന്നെയാണ് എന്നെ മാറ്റിയത് തോന്നുന്നുണ്ട്. ആ ഒരു പീരീഡ് തന്നെയാണ്. കാരണം ഞാൻ കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൽക്കട്ടക്കാലം നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ കോഴിക്കോട് നിന്നാണ്, കോഴിക്കോടും തിരുവനന്തപുരം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതിന് വേറെ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് പോയി ജീവിച്ച് പരിചയമേ എനിക്കില്ലാത്ത ആളാണ്. അപ്പം ഞാൻ കൽക്കട്ടയിൽ നാടകം പഠിക്കാൻ വേണ്ടി പോകുമ്പം ഭാഷ അറിയില്ല, ഒരു പുതിയ നഗരമാണ്, അവിടെ ഒരു ഭയങ്കര ലേലിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്, ഒരു ഭയങ്കര ഫൈറ്റ് ഔട്ടായിരുന്നു അത്. പിന്നെ നാടകം പഠിച്ചെടുക്കുക എന്നുള്ളതിനെ പോലെ തന്നെ അതിൻ്റെ അകത്ത് ജീവിക്കുക എന്നുള്ളതും അതെന്നെ നന്നായിട്ട് മാറ്റിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ആ കാലം
നന്നായിട്ട് ഉപയോഗിച്ചു. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇത് ഞാൻ സർക്കാർ ജോലിയൊക്കെ ഉണ്ട് എനിക്കന്ന്. എനിക്ക് 19 വയസ്സുള്ളപ്പോൾ സർക്കാർ ജോലിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ക്ലറിക്കൽ സ്റ്റാഫായിട്ട് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലിക്കൊക്കെ കയറി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ നാടകം പഠിക്കാൻ പോണത്. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ് വീട്ടിൻ്റെ അകത്ത്. കാരണം വീട് സാധാരണ ഒരു മിഡിൽ ക്ലാസ് വീട്ടിലെ സംബന്ധിച്ചിടത്തോളം ഒരു പെൺകുട്ടിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതാണല്ലോ ചെയ്യേണ്ടത്. പിന്നെ അതിൽ കൂടുതലൊന്നും വേണ്ടതില്ലല്ലോ. പക്ഷെ അത് ഞാൻ തൽക്കാലം ലീവ് എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. പിന്നെ ഞാൻ ഒരിക്കലും ആ വഴിക്ക് പോയിട്ടില്ല. അപ്പം അങ്ങനെ ഞാൻ നാടകം പഠിക്കാൻ വേണ്ടി പോകുന്നു. ആ നാടകം പഠിക്കാൻ പോകുന്നത് വീട്ടിലൊക്കെ തന്നെ ശരിക്കും ടെൻഷനായിരുന്നു. കാരണം പിന്നെ നാടകമാണ് പഠിക്കാൻ പോകുന്നത്. വേറെ ഇപ്പം നിങ്ങൾ എൻജിനീയറിങ്ങിന് പോയിക്കോളൂ, വേറെ എന്തെങ്കിലുമൊക്കെ പോയിക്കോളൂ. പക്ഷെ നാടകം പഠിക്കാൻ പോകുന്നത് ഒട്ടും സുഖമുള്ള കാര്യമല്ല. അപ്പോൾ എല്ലാവർക്കും കുറച്ച് നല്ല ടെൻഷനായിരുന്നു വീട്ടിൽ. അങ്ങനെയാണ് നാടകം പഠിക്കാൻ പോകുന്നത്. അപ്പം ആ കാലം എനിക്ക് വേറെ ഓപ്ഷനില്ല, പഠിക്കുകയല്ലാതെ വേറെ ഓപ്ഷനില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് മാക്സിമം കൽക്കട്ടയിലെ നാഷണൽ ലൈബ്രറിയിൽ പോയി ഇരുന്ന് ആ കാലത്താണ് യഥാർത്ഥത്തിൽ മലയാളത്തിലുള്ള നാടക പുസ്തകങ്ങൾ ഞാൻ കൂടുതൽ വായിക്കുന്നത് കൽക്കട്ടയിൽ വെച്ചാൽ. കാരണം അതിന് മുന്നേ എനിക്ക് അതിനുള്ളൊരു അവസരമൊന്നും കിട്ടിയിട്ടില്ലല്ലോ. കാരണം ഞാൻ പിന്നെ ഇവിടെ ഞാൻ വേറെ പലതും ആയിരുന്നല്ലോ ചെയ്തെന്നാലും വേറെ വിഷയങ്ങളായിരുന്നു. ഞാൻ MA എക്കണോമിക്സാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നാടകത്തിന് അധികം അറിയാനുള്ള അവസരം കിട്ടി. ഞാൻ എല്ലാ നാടക പുസ്തകം ഒരുവിധം എല്ലാം വായിക്കുന്നത് പിന്നെ ആ കാലത്താണ്. പിന്നെ അതുപോലെ കൽക്കട്ട ആ കാലത്ത് വലിയ പിന്നെ ഇന്ത്യയിൽ പുറമേ നിന്ന് വരുന്ന എല്ലാ നാടകങ്ങളും കൽക്കട്ടയിൽ കളിക്കുമായിരുന്നു. ഡൽഹിയെക്കാട്ടും കൽക്കട്ടയായിരുന്നു അന്ന് നാടകങ്ങളുടെ ഇടം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് ധാരാളം നാടകങ്ങൾ കാണാനുള്ള അവസരങ്ങൾ കിട്ടി കൽക്കട്ടയിൽ പോയ സമയത്ത്. അപ്പം അതെല്ലാം കൂടിയാണ് എന്നെ ഭയങ്കരമായിട്ട് രൂപപ്പെടുത്തിയത്. അപ്പം എനിക്ക് എന്നെക്കുറിച്ച് ഇപ്പോൾ കൽക്കട്ടയിലെ രവീന്ദ്രഭാരതിയിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെയ്യുന്ന എൻ്റെ വർക്കുകളെ അപ്രീസിയേറ്റ് ചെയ്യുന്ന ഇപ്പോൾ മനോജ് മിത്രയെ പോലെയുള്ള അല്ലെങ്കിൽ ജോഗേഷ് ദത്തിനെ പോലെയുള്ള ഇന്ത്യ ലോകത്തെ കനിഷ്ക സെന്നിനെ പോലെയുള്ള തപസ്സനെ പോലെ അവരെ പോലെയുള്ള ആളുകൾ, തപസ്സന് ശേഷമുള്ള പിന്നെ ലൈറ്റിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് കനിഷ്ക സെൻ. അദ്ദേഹമൊക്കെ ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുകയും അവർ ഞാൻ ചെയ്യുന്ന വർക്കുകളെ അപ്രീസിയേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് വരില്ല ഞാൻ അത്ര മോശമല്ല എന്നുള്ള. അതൊക്കെയാണ് ശരിക്കും എന്നെ മാറ്റിയത്. പിന്നെ അവിടുന്ന് ഞാൻ ഡൽഹിക്കാണ് നേരെ തിരിച്ചു പോകുന്നത്. കാരണം എൻ്റെ ഹസ്ബൻഡ് അവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ ഡൽഹിക്ക് പോയി. അവിടെ ഞാൻ പിന്നെ JNUവിൽ PhDക്ക് രജിസ്റ്റർ ചെയ്തു. അടുത്ത് ഇപ്പോൾ കൽക്കത്തയിൽ ചെന്നു നാടകത്തെ കൂടുതൽ അറിഞ്ഞു എന്ന് പറഞ്ഞു. അതിനുശേഷമൊക്കെ ഒരുപക്ഷെ അറിയില്ല, ഇപ്പോൾ ഒരു സ്ത്രീ എന്ന രീതിയിൽ എപ്പോഴാണെങ്കിലും സ്ത്രീകൾക്ക് കുറച്ച് ഞാനിവിടെ ഉണ്ടെന്ന് കുറച്ച് ഉറച്ചു പറയേണ്ട സാഹചര്യങ്ങളും സമയങ്ങളും ഒക്കെ വരും. കൂടുതലും ഇങ്ങനത്തെ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഒരു സൈഡ് ലൈൻ ചെയ്യപ്പെടുന്ന ഒരു ടെൻഡൻസി പൊതുവേ ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ എന്തെങ്കിലും സജിതേച്ചിക്ക് തോന്നി, സജിതേച്ചിയെ അടയാളപ്പെടുത്തണം എന്ന രീതിയിൽ തോന്നിപ്പിക്കാനൊരു സാഹചര്യം ഉണ്ടാവുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കൽക്കട്ടയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ കേരളത്തിൽ അഭിനേത്രി എന്ന് പറഞ്ഞുള്ള സ്ത്രീകളുടെ നാടക സംഘം ഉണ്ടാക്കുന്നത്. കാരണം ആ സമയത്ത് ഞാൻ ഈ കൽക്കട്ടയിലേക്ക് പഠിക്കാൻ പോകുന്നതിന് കാരണം സ്ത്രീകളുടെ ഒരു നാടക ക്യാമ്പ് ഞങ്ങൾ പിന്നെ ഇവിടെ വെച്ചിട്ട് കൂത്താട്ടുകുളത്ത് വെച്ചിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 10 ദിവസത്തെ നാടക ക്യാമ്പാണ്. ഇന്ന് കേരളത്തിലെ നാടകരംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന സ്ത്രീകളിൽ വലിയൊരു പങ്ക് എൻ്റെ ജനറേഷനും എൻ്റെ തൊട്ട് താഴെയുള്ള ജനറേഷനും ആ ക്യാമ്പിൽ പങ്കെടുത്തവരാണ്. മനസ്സിലായില്ല. അവിടെ നിന്നാണ് ഞങ്ങളെല്ലാവരും ഡിസൈഡ് ചെയ്യുന്നത്, ഓക്കെ ഞങ്ങൾ നാടകം പഠിക്കാം. അതൊരു വലിയൊരു 10 ദിവസത്തെ നാടക ക്യാമ്പ് കഴിയുമ്പം ഒരു 6-7 പെൺകുട്ടികൾ തീരുമാനിക്കുകയാണ് ഇനി ഞങ്ങളുടെ വഴി നാടകമാണ്. എന്നിട്ട് അത് അവിടെ വെറുതെ തീരുമാനിക്കുകയല്ല, അതിന് ശേഷം അവർ ശരിക്കും അതിന് പെർസ്യൂ ചെയ്യുകയും ചിലവർ NSD പോയി പഠിക്കുകയും ചിലർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ചേരുകയും എന്നെ പോലുള്ളവർ കൽക്കട്ടയിൽ പോവുകയും ഒക്കെ ചെയ്ത് അത് കണ്ടിന്യൂ ചെയ്യും. ഇപ്പോഴും അവരുടെയൊക്കെ പ്രൊഫഷൻ ശൈലജയെ പോലെ മിനിയെ പോലെയൊക്കെ ഉള്ളവർ ആ രംഗത്ത് ഇപ്പോഴും സജീവമാണ്. അവർ നാടകം തന്നെയാണ് ചെയ്യണത്, വേറെ ഒന്നും അവരുടെ വഴിയല്ല, നാടകം തന്നെയാണ് അവരുടെ വഴി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പോയ ആളാണ്. അപ്പം അവിടുന്ന് പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ തീരുമാനിച്ച് ഞാൻ ആ കാലത്താണ് സുധിയെയും ശ്രീലതയെയും ഒക്കെ പരിചയപ്പെടുന്നത്. അപ്പം ഞങ്ങൾ തീരുമാനിച്ചു ശരി നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്നിട്ടൊരു നാടക സംഘം ഉണ്ടാക്കാം, എന്നിട്ട് നമുക്കൊരു നാടകം ചെയ്ത് നോക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് ഞാൻ പിന്നെ അതിൻ്റെ ഭാഗമാണ് അഭിനേത്രിയുടെ ഭാഗം. ഞങ്ങൾ ഒരു ചിറകുടി ഒച്ചകൾ എന്ന് പറഞ്ഞിട്ട് ശങ്കരപ്പിള്ള സാറിൻ്റെ 2 നാടകങ്ങളെ സോളോ പ്ലേസിനെ കണക്ട് ചെയ്തിട്ട് ഒരു നാടകം ചെയ്തു. അത് കേരളത്തിൽ എല്ലായിടത്തും ചെയ്തു. അത് ഇപ്പോഴും എൻ്റെ അടുത്ത് പലവരും പാടുഗോപാലകൃഷ്ണൻ സാറിനെ പോലെയൊക്കെയുള്ള ആളുകൾ ആ നാടകം കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും എന്നെ കാണുന്ന സമയത്ത് അദ്ദേഹം ആദ്യം ആ കാര്യത്തിനെ കുറിച്ചാണ് പറയുക. അതാണ് അദ്ദേഹത്തിൻ്റെ എന്നെക്കുറിച്ചുള്ള ആദ്യത്തെ ഓർമ്മ എന്ന് പറയുന്നത്.
ഇനി ആ ഒരു യാത്ര, ചേച്ചിയുടെ ഇഷ്ടപ്പെട്ട മേഖലയിലോട്ടുള്ള യാത്രയുടെ ഇടയിൽ എപ്പോഴും ആയിരിക്കാം സിനിമ സംഭവിച്ചത്. ഇപ്പോൾ സാധാരണ പ്രേക്ഷകനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് സജിത മഠത്തിലിനെ അവർ അറിഞ്ഞു തുടങ്ങിയത് ഒരു സിനിമാ നടി എന്ന രീതിയിൽ കണ്ടിട്ട് പിന്നീടായിരിക്കും ബാക്കിലേക്കുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു സിനിമ സംഭവിക്കുന്നത് ചേച്ചിക്ക്? സിനിമയൊക്കെ സംഭവിക്കുന്നത് പിന്നീടും കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞിട്ടാണ്. കാരണം സിനിമ ഈ കാലങ്ങളിലൊന്നും തന്നെ ഞാൻ സിനിമ ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ഇടയ്ക്കൊക്കെ സിനിമ ചെയ്യുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ വർക്കുകൾ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ എനിക്ക് അങ്ങനെ ഒരു സിനിമ ഒരു ഫസ്റ്റ് ഓപ്ഷനായിട്ട് ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതൊന്നും എൻ്റെ ഒരു ഓപ്ഷനിലില്ലായിരുന്നു. അതുകൊണ്ടും കൂടിയാണ് എനിക്ക് തിയേറ്ററിൽ അക്കാഡമിക്സിൽ വർക്ക് ചെയ്യണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. നാടകങ്ങൾ ധാരാളം ചെയ്യണം, എഴുതണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സിനിമയെ പറ്റി ഞാൻ ആലോചിച്ചിട്ടില്ല ആ കാലത്തൊന്നും. പക്ഷേ എൻ്റെ സുഹൃത്തുക്കളായപ്പോൾ മണിലാൽ എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ട് ഉണ്ട്. അദ്ദേഹം കുട്ടികളുടെ ഒരു സിനിമ ചെയ്യുമ്പോൾ അതിലെ പ്രധാന കഥാപാത്രം തന്നെയായിരുന്നു ഞാൻ ചെയ്തത്. പക്ഷെ അതാരും കണ്ടിട്ട് റിലീസ് ചെയ്യൊന്നും ചെയ്യപ്പെടാത്ത പടമാണ്. പിന്നെ കുറേ ഷോർട്ട് ഫിലിംസിൽ പലരും ഇതുപോലെ ഞാൻ കേരളത്തിൽ വരുന്ന സമയത്ത് ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കണം എന്ന് പറയും. അങ്ങനെ ഞാൻ അഭിനയിക്കും. അവരും എന്നെ ഒരു നടിയായിട്ട് അത്ര സീരിയസ് ആയിട്ട് കണ്ടിട്ടുണ്ടാവാൻ വഴിയില്ല, ഞാനും അങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് സംഭവിക്കുന്നത് വളരെ ലേറ്റസ്റ്റ്. കാരണം ജോയ് മാത്യുവിനെ എനിക്ക് നേരത്തെ അറിയാം. ഞങ്ങൾ സുഹൃത്തുക്കളാണ്. ഞാൻ കോഴിക്കോട്ടുകാരാണ്. ഞാൻ പഠിച്ച കോളേജിൽ സീനിയറായിട്ട് പഠിച്ചിരുന്ന ആളാണ് ജോയ് മാത്യു. ആ കാലത്ത് ഞങ്ങൾ കാണുകയും മിണ്ടുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. എൻ്റെ പരിപാടികളിലൊക്കെ കോളേജിലൊക്കെ ഞാൻ ഡാൻസറാണല്ലോ. അപ്പം ഞാൻ ഡാൻസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബാക്ക് സ്റ്റേജ് പണികളൊക്കെ ജോയ് മാത്യു ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ പലപ്പോഴും ശല്യം ചെയ്യുന്ന പണികൾ ചെയ്യുന്ന ആളാണ്. അപ്പം അവരെല്ലാം ഒരു ഭയങ്കര സപ്പോർട്ടായിരുന്നു ആ കാലം എന്ന് പറയുന്നത്. പക്ഷേ പിന്നെ കുറേ കാലം ഞങ്ങൾ കാണുന്നൊന്നുമില്ല. പക്ഷെ അതിൻ്റെ ബ്യൂട്ടി പാർലർ എന്ന് പറഞ്ഞുള്ള നാടകം ഞാൻ കോഴിക്കോട് ചെയ്ത സമയത്ത് അന്ന് ജോയ് മാത്യു എനിക്ക് തോന്നുന്നു അമൃത TV വർക്ക് ചെയ്യായിരുന്നു. അപ്പം അത് റെക്കോർഡ് ചെയ്യുകയും അതിനെക്കുറിച്ചിട്ട് പ്രോഗ്രാം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാൻ വരികയും നല്ല അഭിപ്രായം പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എഴുത്തുമായി ബന്ധപ്പെട്ട എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് വീണ്ടും ഞാൻ ബോധി ബുക്സ് അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ബോധി ബുക്സിലെ ഒരു ടെക്സ്റ്റ് എനിക്ക് മാധവിക്കുട്ടിയെ കുറിച്ചിട്ടുള്ള ഒരു നാടകങ്ങളുടെ ഒരു കളക്ഷൻ കുറിച്ചിട്ടൊരു സാധനം എഴുതണമായിരുന്നു. മാധവിക്കുട്ടി എഴുതിയുള്ള നാടകങ്ങളെക്കുറിച്ച് ആർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ ഇവരിറക്കിയിട്ടുണ്ട്, ഇംഗ്ലീഷിൽ അവരിറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ കുറിച്ചിട്ട് ജോയ് മാത്യുവിനോട് വീണ്ടും ഞാൻ സംസാരിച്ച്, അദ്ദേഹം പുറമേ ആയിരുന്നു. അപ്പം സംസാരിച്ച് തുടങ്ങുന്നത് വീണ്ടും അങ്ങനെയാണ്. അങ്ങനെ അപ്പോഴാണ് എൻ്റെ അടുത്ത് പറഞ്ഞ സാധനം ഞാൻ അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതണം, നിന്നെയാണ് ആലോചിക്കുന്നത് അതിലൊരു ക്യാരക്ടർ ചെയ്യാമെന്ന്. ഞാനത് എല്ലാവരും ചെയ്യുന്ന പോലെ എൻ്റെ സുഹൃത്തുക്കൾ എന്നെ വിളിക്കുമല്ലോ, അപ്പോൾ അങ്ങനെ വിളിക്കുന്നു എന്നുള്ള അർത്ഥത്തിലേ എടുത്തുള്ളൂ. പിന്നീടാണ് അതൊരു വലിയ പ്രോജക്റ്റായി മാറുകയും ലാൽ സാർ അതിലേക്ക് എൻട്രി ചെയ്യും, ശ്രീനിവാസ് സാറൊക്കെ എൻട്രി ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വിഡ്രോ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ജോയ് മാത്യു ആദ്യം ചെയ്യുന്നൊരു വർക്കാണത്, വളരെ ഗൗരവപ്പെട്ട വർക്കാണ്. അപ്പം അത് ഒരു മോശമാവരുത്. ഇപ്പം എന്നെ പോലെയുള്ള പുതിയൊരാളെ കൊണ്ട് അഭിനയിപ്പിച്ചിട്ട് അതൊരു മോശമാവരുത്. അപ്പം അത് പറയാൻ വേണ്ടി ഞാനും മോനും കൂടി, ഞാൻ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്. അപ്പം ഞാൻ ജോയുടെ അടുത്തേക്ക് പോയി, പിന്നെ കോഴിക്കോടേക്ക് പോയിട്ട് ഇത് സംസാരിക്കാൻ വേണ്ടി പോയി. കാരണം നമ്മൾ ഫോണിലൂടെ പറയുമ്പം അഹങ്കാരാന്നൊക്കെ വിചാരിക്കുമല്ലോ. അപ്പം നേരിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയിട്ട് പറഞ്ഞു, ജോയ് എന്നെ കാസ്റ്റ് ചെയ്യണ്ട, കാരണം കുറച്ചും കൂടി അറിയപ്പെടുന്ന ഏതെങ്കിലും നടികളെ കാസ്റ്റ് ചെയ്യായിരിക്കും നല്ലത്. എനിക്ക് കോൺഫിഡൻസ് ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ ജോയ്ക്ക് നല്ലതല്ല എന്നെ കാസ്റ്റ് ചെയ്താൽ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ജോയ് പറഞ്ഞു ഞാൻ ആലോചിക്കട്ടെ, ഞാൻ പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോന്നു. പിന്നെ ജോയ് ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ പറഞ്ഞു സരിതനെ തന്നെ ഞാൻ വെക്കുന്നത്, ഞാൻ ആലോചിച്ചു അതിനെ പറ്റിയിട്ട്, പക്ഷെ സരിത മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഷട്ടറും പിന്നെയുള്ള സിനിമകളും ഒക്കെ. അതിപ്പോൾ ചേച്ചി തന്നെ പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ ആ ചോദ്യത്തിന് അർത്ഥമില്ല. ഞാൻ ചോദിക്കാൻ വരുന്നു, ചേച്ചിക്ക് സിനിമ അത്രയ്ക്ക് ഒരു ഫാസിനേഷൻ അല്ലാത്തതുകൊണ്ടായിരിക്കുമല്ലേ വളരെ ലിമിറ്റഡ് ആയിട്ട്? ഫാസിനേഷൻ ഞാൻ അങ്ങനെ അത്രയും കണ്ടിന്യൂസ് ഭയങ്കര കോഴിക്കോട് നമ്മളെ വീട്ടിലൊന്നും തന്നെ അങ്ങനെ സിനിമ പെൺകുട്ടികളൊന്നും പോയി അങ്ങനെ കുറേ കാണുന്നൊരു പതിവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ എൻ്റെ ഓപ്ഷൻസൊക്കെ ജീവിതത്തിൽ മാറി. ഞാൻ നാടകം അല്ലെങ്കിൽ ആക്ടിവിസത്തിലൊക്കെ പോയതുകൊണ്ട് എനിക്ക് ഈ സിനിമയെ ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുകയും കാണുകയും ഒന്നും ചെയ്യുന്ന ആളല്ല. പിന്നെ കേരളത്തിൻ്റെ പുറത്തല്ലേ കുറേ സമയം ജീവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് പല നടന്മാരെയും പിന്നെ സംവിധായകരെയും നിർമ്മാതാക്കളെയും എനിക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ സിനിമയിലുള്ള ആൾക്കാർ പേർക്ക് അഹങ്കാരമാണെന്ന്. സത്യമായിട്ടും എനിക്ക് അറിയാഞ്ഞിട്ട് എൻ്റെ ഇഗ്നോറൻസ് കൊണ്ടാണ് ഞാൻ പലപ്പോഴും അറിയില്ല എന്ന് പറയുന്നത്. പിന്നെ അതുകൊണ്ട് എനിക്കറിയില്ല, അത് അങ്ങനെയാണ് സംഭവിച്ചത്. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക്, അതൊന്നും എൻ്റെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി ആയിരുന്നില്ല.
എന്തായാലും അങ്ങനെ ഞങ്ങൾക്ക് ചുരുക്കം നല്ല കഥാപാത്രങ്ങളിൽ ഇനി കഴിഞ്ഞതും ഇനി വരുന്നതും ഒക്കെ ആയിട്ട് ഓർത്ത് വെക്കാനൊരു നല്ല മുഖമുണ്ടെന്ന് ഞങ്ങൾ ഹാപ്പിയാണ് പ്രേക്ഷകർ. ചേച്ചിയുടെ ഈ ഇത്തരം യാത്രകളിലൊക്കെ ഇങ്ങനെ ഈ നാടകത്തിൻ്റെ ആയാലും അതിൽ മോൻ എത്രത്തോളം കൂടെ, എങ്ങനെയാണ് മോൻ്റെ ഒരു ടേസ്റ്റ് അതിനോട്? മോൻ എൻ്റെ ഹസ്ബൻഡ് പറയാറ് മോൻ എൻ്റെ വലിയ ഫാനാണെന്നാണ്. അവന് ഇഷ്ടമാണ് ഞാൻ ചെയ്യുന്ന, എനിക്ക് അംഗീകാരങ്ങൾ കിട്ടുന്നതും ഞാൻ ചെയ്യുന്ന വർക്കുകളും ഒക്കെ വളരെ ക്രിട്ടിക്കലായിട്ട് തന്നെ കമൻറ്റ് ചെയ്യാറൊക്കെ ഉണ്ട് അവൻ. നാടകം കാണാൻ വരാറുണ്ട്, നാടകങ്ങൾ ഭയങ്കര കൂട്ടാണ്. മോനിപ്പോൾ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ അവൻ BA എക്കണോമിക്സ്. എവിടെയാ? ആസിം പ്രേംജി യൂണിവേഴ്സിറ്റിയിൽ, ബാംഗ്ലൂരിൽ. ഓക്കെ. ഇനി മുന്നോട്ടുള്ളൊരു യാത്രയിൽ സജിതേച്ചിയെ കൂടുതൽ സന്തോഷിപ്പിക്കുക എങ്ങനെയുള്ള സജിത മഠത്തിലായിരിക്കും? എനിക്ക് തന്നെ ഭയങ്കര കൺഫ്യൂഷനാണ് കാര്യത്തിൻ്റെ മുകളിൽ. കാരണം എനിക്ക് എഴുത്താണ് എനിക്ക് കൂടുതൽ, പിന്നെ ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തരുന്നത് എന്ന് പറയുന്നത് എഴുത്ത് തന്നെയാണ്. അതിപ്പം തിയേറ്റർ ക്രിറ്റിസിസം ആണെങ്കിലും ഹിസ്റ്ററി ആണെങ്കിലും ഫിക്ഷൻ ആണെങ്കിലും ഒക്കെ, പിന്നെ ട്രാവലോഗാണെങ്കിലും ഒക്കെ എനിക്കിഷ്ടമാണ്. എനിക്ക് എഴുത്ത് ഭയങ്കര ഇഷ്ടം. ആ രീതിയിൽ യാത്രകളും പ്രിയപ്പെട്ടതാണ്, അതേപോലെ എഴുത്തും പ്രിയപ്പെട്ടതാണ്. ആക്ടിങ് എൻ്റെ സ്വാഭാവികമായിട്ടും ഞാൻ തന്നെയാണ്. എനിക്ക് ആക്ടിങ്ങിൽ എനിക്ക് എന്തെങ്കിലും സ്ട്രെയിൻ ഇല്ല. എനിക്ക് ഇഷ്ടമാണ് ആക്ട് ചെയ്യാൻ. അതാണ് എന്നെ ഹാപ്പി ആക്കുന്നത്. പിന്നെ ആ സ്ഥലത്ത് എത്തുമ്പോൾ ഞാൻ അതിൽ ഫുള്ളി ഇൻവോൾവ് ആയിരിക്കും, അങ്ങനെയാണ്. പക്ഷെ ആക്ടിങ് എനിക്ക് ക്യാരക്ടർ കിട്ടുന്നില്ലല്ലോ, എനിക്ക് വർക്ക് കിട്ടാതിരിക്കുമ്പോൾ എനിക്ക് വിഷമം വരാറുണ്ട്. കാരണം ഇപ്പം ഞാൻ ഫിനാൻഷ്യലി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, കുറച്ചൊക്കെ അതിനെ ബേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് എന്താ പറയുക, അതല്ല എൻ്റെ വഴിയെന്ന് എനിക്ക് തോന്നാറുണ്ട്. ചില സിനിമ മാത്രമല്ല എൻ്റെ വഴി എന്ന് തോന്നാറുണ്ട്. എനിക്ക് കൂടുതൽ നാടകങ്ങൾ ചെയ്യണം, നാടകങ്ങൾ എഴുതണം. ഞാനിപ്പോൾ ഒരു നോവലിൻ്റെ പണി ചെയ്തത്. എനിക്കിത് നോവലാണോന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ നോവലാന്ന് വിചാരിക്കുന്ന ഒരു സാധനം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ആയി എഴുതിക്കൊണ്ട്. എന്തിനാ ബേസിപ്പിട്ടത്? നാണക്കേടാണ് പറയുന്നത്. പിന്നെ ഞാൻ കൽക്കട്ടയായിട്ട് ബന്ധപ്പെട്ട്, ഞാൻ കൽക്കട്ടയിൽ പോയപ്പം എനിക്ക് ഹോസ്റ്റലൊന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനൊരു ഹാഫ് മലയാളി എന്ന് പോലും പറഞ്ഞുകൂടാ അവരെ പറ്റി. അവർ മാരി ചെയ്തിട്ടുള്ളത് ഒരു മലയാളീനെയാണ്, അത് കോട്ടയം ഒരു ആൻറ്റിയുടെ കൂടെയാണ് താമസിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ചെന്ന് കയറിയ സമയത്ത് അവരെൻ്റെ അടുത്ത് പറഞ്ഞു, സദാ പിന്നെ ഇവിടെ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഈ റൂമിൽ കിടക്കണം, പിന്നെ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷീറ്റ് മതി. ഇപ്പം സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിനെ ഭയങ്കരമായിട്ട് മാറ്റിമറിച്ചുള്ള ഒരാളാണ്. കാരണം നമ്മൾ കേരളത്തിൽ നിന്ന് പുറത്ത് ജീവിക്കുകയാണ്, വീട്ടിൽ നിന്ന് പുറത്ത് ജീവിക്കുന്ന സമയത്ത് സിസ്റ്റത്തിനെ കുറിച്ചിട്ട് ഒരു പുതിയൊരു സ്ഥലത്ത് പോയാൽ എങ്ങനെയായിരിക്കണം നമ്മൾ പെരുമാറേണ്ടത്, പിന്നെ ആ സിസ്റ്റം എങ്ങനെയാണ് കീപ്പ് ചെയ്യേണ്ടതെന്നൊക്കെ പഠിപ്പിച്ചു തന്നത് ആ ആൻറ്റിയാണ്. അവരൊരു ഭയങ്കര രസമുള്ളൊരു കഥാപാത്രമാണ്. ആ കഥാപാത്രത്തിനെ ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ നോവൽ. അപ്പം എന്തായാലും ഞങ്ങൾ ആ നോവലിന് വേണ്ടി ഇല്ല, അത് എഴുതി കഴിയുമെന്നൊന്നും ഉറപ്പില്ല. അത് എന്തായാലും സജിതേച്ചിയല്ലേ, കൈ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടെത്തിച്ചിട്ട് നിർത്തുള്ളൂ. ഇനി വരുന്ന നല്ല കഥാപാത്രങ്ങൾക്ക് വേണ്ടിയും നാടകത്തിലെ പുതിയ പരീക്ഷണങ്ങൾക്ക് വേണ്ടിയും അങ്ങനെ എന്താ പറയുക, വളരെ വ്യത്യസ്തമായിട്ട് സ്വയം എന്താ പറയുക എപ്പോഴും ഫ്രഷ് ആയിരിക്കുന്ന ഈ സജിതേച്ചിയുടെ പുതിയ പുതിയ കാര്യങ്ങൾക്ക് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. നമുക്ക് ഇവിടെ ഉള്ളത് വലിയൊരു സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയപരിമിതിയാണ്. ചോദിച്ചതിൽ കൂടുതൽ ചോദിക്കാനുണ്ടല്ലോ എന്ന് വിചാരിക്കുമ്പോഴേക്കും നമുക്കിവിടെ അനുവദിച്ച സമയം തീരും. അപ്പോൾ അതുകൊണ്ട് മാത്രം ഇപ്പോൾ തൽക്കാലം ഒരു അർദ്ധവിരാമം ഇടാണ് ചേച്ചിയായിട്ടുള്ള സംസാരത്തിന്. ചേച്ചി പ്രേക്ഷകരോട് എന്തെങ്കിലും 2 വാക്ക് പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും പറയാനുള്ള ഒരാളാണ് ഞാൻ എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത്, ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, പിന്നെ നമ്മൾ ഇപ്പം ഞാൻ വളരെ വളരെ സാധാരണമായിട്ടുള്ള ജീവിതാവസ്ഥയിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഞാൻ എന്തിനെയാണോ ഇഷ്ടപ്പെട്ടിരുന്നത് അതിനെ ഞാൻ വളരെ പാഷനേറ്റായിട്ട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫൈറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ മുന്നിലുള്ള എല്ലാ തടസ്സങ്ങളെയും ഞാൻ മാറ്റി വെച്ചുകൊണ്ട് ഞാൻ അതിനു വേണ്ടി നിന്നിട്ടുണ്ട്. അതായിരിക്കും ജീവിതത്തിൽ അതാണ് എന്നെ സന്തോഷിപ്പിക്കുന്നതും അത് തന്നെയാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിപ്പോവും. ഇതുകൊണ്ട് നിങ്ങൾ എന്തിനെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതുമായിട്ട് തന്നെ ചേർന്ന് നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നാലും ചേച്ചി ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതിലും ഇവിടെ വന്നതിലും. നന്ദി. എന്തായാലും ഇതൊരു വല്ലാത്തൊരു നിമിത്തമാണോ എന്ന് തോന്നിപ്പോവാണ് ഇപ്പോൾ. കാരണം ഇന്ന് മഹാനവമിയാണ്. നമ്മൾ ദേവിയെ കാളിയായി ഏറ്റവും കൂടുതൽ ആലോചിക്കുകയും പൂജിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു സമയമാണ്. ആ സമയത്ത്
ആ സമയത്ത് മാത്രമാണ്. കാരണം നമ്മൾ ഓണസമയത്തൊക്കെ സജിതേച്ചിയെ ഒരു അതിഥിയായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചേച്ചിയുടെ തിരക്കുകൾ കൊണ്ട് അത് സംഭവിക്കാതിരിക്കുകയൊക്കെ ചെയ്തത് ഒരുപക്ഷെ ഈ ഒരു ദിവസത്തിലേക്കായിരിക്കാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ സ്ത്രീ ശക്തി എന്ന് ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരാളായതുകൊണ്ടായിരിക്കാം സജിതേച്ചി ഇന്നത്തെ ഈ ഒരു ദിവസം, ഈ മഹാനവമി ദിനത്തിൽ, ഈ പൂജാകാലത്ത് നമ്മുടെ അതിഥിയായിട്ട്. വെള്ളി നക്ഷത്രങ്ങളിൽ വിശേഷങ്ങൾ തീരുന്നില്ല. നമുക്ക് വീണ്ടും കാണാം അടുത്ത ആഴ്ച.